ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ വെണ്ടയ്ക്ക കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 7 വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളി നടുവേ കീറിയതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവ നന്നായി വാടി കിട്ടണം. വാടുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിനായിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെനിക്ക് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയം നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തോട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോരുത്തർക്ക് കറിയുടെ ചാറിന് തിക്കിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുളിവെള്ളം, നമ്മുടെ വാളം പുളി കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ വെണ്ടയ്ക്ക കറിയാണ്. ബാച്ചിലേഴ്സിനും എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എല്ലാം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്